ഇവിടുന്ന് ഫ്രാൻസ് വരെ ചെല്ലണമെന്നാണ് ആഗ്രഹം. No, 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 no. സ്പെയിനിൽ നിന്ന് തിരിച്ച് ഫ്രാൻസിലോട്ട് പോവുകയാണ്. ഞങ്ങൾ മഡ്രിഡ് വഴിയാണ് പോകുന്നത്. ഇവിടെ ഞങ്ങളിപ്പം ഏറ്റവും സാധനമായിട്ട് താമസിച്ച ക്യാമ്പ് സൈറ്റ് അടിപൊളി ക്യാമ്പ് സൈറ്റാണ് കേട്ടോ. അടിപൊളി പീസ് ആൻഡ് ക്വയറ്റ്. പിന്നെ ഞങ്ങളിവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്തു. വെള്ളം ഫില്ല് ചെയ്യുവാണ്, വേസ്റ്റ് വാട്ടർ എംപ്റ്റി ചെയ്യുന്നു. 1500 മൈല് കാലേ വരെ, ഫ്രാൻസ് കാലേ. ഡോവർ ക്രോസിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു പിടിയില്ല. അപ്പം ഞങ്ങൾ ഇന്ന് മിക്കവാറും ഒരു 8 മണിക്കൂർ വണ്ടി ഓടിക്കണം. സ്പെയിനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഏകദേശം ഫ്രാൻസ് അടുത്ത് ഒരു സ്ഥലത്ത് നിർത്തണം എന്നാണ് ആലോചിക്കുന്നത്. ടാങ്ക് നിറഞ്ഞു. ഈ പൈപ്പിനകത്തുനിന്ന് വെള്ളം മുഴുവൻ ഡ്രെയിൻ ആയിട്ടില്ലെങ്കിൽ അത് അതിനകത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ലീക്കാവും. ഇങ്ങനെയാണ് ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം. ഇതുണ്ട്, ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഇങ്ങനത്തെ 5 ലിറ്ററിൻ്റെ ബോട്ടിലാക്കിയിട്ട് വണ്ടിക്കകത്ത് വെക്കും. ഇവിടെ നമ്മൾ പാത്രം കഴുകുന്ന, ഷവർ എടുക്കുന്ന ഒക്കെ, കൈ കഴുകുന്നതൊക്കെ നമ്മളിങ്ങനെയുള്ള റാമ്പൽ ഓടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെയുള്ള പിന്നെ മാനുകളുണ്ട്, അവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ കറണ്ടിൻ്റെ മെയിൻ ലൈൻ വരുന്ന ഇവിടെയാണ് കണ്ടോ. ഇവിടെ ഈ ക്യാമ്പ് സൈറ്റ് യോഗയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്യാം. ഉണ്ടോ യോഗ ലെസൺസും കാര്യങ്ങളും. എന്താ ഇവരൊത്തിരി യോഗയും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ്. ഈ മെഡിറ്റേഷൻ പിന്നെ മസാജിങ് എല്ലാം ഉള്ള ക്യാമ്പ് സൈറ്റാണ് ഇത്. നല്ല നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഞങ്ങൾ ഇന്നലെ ഫിഷ് ചെയ്യാനൊക്കെ പോയായിരുന്നു. നല്ലായിരുന്നല്ലേ? സ്പെയിനിൻ്റെ കോസ്റ്റിലെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞങ്ങൾ തിരിച്ച് ഫ്രാൻസിലോട്ട് പോവുകയാണ്. UK-യിൽ നിന്നും സ്പെയിനിലോട്ട് വന്നത് ഞങ്ങൾ ഫ്രാൻസിൽ വന്നിട്ട് നോർത്തേൺ സ്പെയിനിലോട്ട് ബാഴ്സലോണ സൈഡിലോട്ട് ഇറങ്ങുമായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ നേരെ സ്പെയിൻ ക്രോസ് ചെയ്യുവാണ്. അപ്പം നമ്മൾ സെൻട്രൽ സ്പെയിൻ വഴി പോകുന്നത്. അപ്പം മഡ്രിഡ് പാസ് ചെയ്താണ് പോകുന്നത്. ഈ കാണുന്നതാണ് മഡ്രിഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞങ്ങൾ ടച്ച് ചെയ്യുന്നുള്ളൂ. വലിയ സിറ്റിയാണ്, വലിയ സിറ്റി. സ്പെയിനിൻ്റെ തലസ്ഥാനം. അതായത് നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും ഒരുപാട് ഡ്രൈവിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇന്ന് എത്താൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കിടന്നുറങ്ങും.
അപ്പോൾ ഞങ്ങൾ സ്പെയിനിൻ്റെ തലസ്ഥാനമായ മഡ്രിഡിൽ നിന്നും 15 കിലോമീറ്റർ മാറിയ ഒരു സ്ഥലത്താണുള്ളത്. ഞങ്ങൾ ഇവിടെയാണ് നൈറ്റ് സ്പെൻഡ് ചെയ്തത്. അതായത് ഇവിടെ ഒരു അതായത് UK ഉള്ള പോലത്തെ ഒരു ഡ്യുവൽ കാരേജ് വേയുടെ സർവീസസ് ആണ്. ഇവിടെ ഒരു ഹോസ്റ്റൽ, റെസ്റ്റോറൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. പുറത്ത് ഓപ്പണായിട്ടിരുന്ന് കഴിക്കാനും ബാറും സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ സർവീസസിലെല്ലാം ഹോസ്റ്റലുകൾ കാണാം. ഈ ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ട്രാവൽ ലോഡ്ജ് അങ്ങനെയുള്ള ഹോട്ടലുകളുണ്ടല്ലോ, ആ ഹോട്ടലിലെ കഴിഞ്ഞും പ്രീമിയർ ഇന്ന ഒക്കെ പോലുള്ള ഹോട്ടലുകളെ കഴിഞ്ഞും കുറച്ചുകൂടെ ചീപ്പായിരിക്കും. അതുകൊണ്ടാണ് ഈ ഹോസ്റ്റൽ. പിന്നെ ഇവിടെ എല്ലാ ലോറി ഡ്രൈവർമാരായിരുന്നു. പോളണ്ട്, സ്പാനിയോൾ, ബെൽജിയം എല്ലാം ആയിരുന്നു. അവരുടെ ലോറിക്കാരുടെയൊക്കെ ഇടയ്ക്കാണ് നമുക്കൊരു പാർക്കിംഗ് കിട്ടിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, വളരെ ക്വയറ്റ് നൈറ്റായിരുന്നു. ഇവിടെ എല്ലാം ഈ മഡ്രിഡ് ഇങ്ങോട്ട് അടുക്കുമ്പോഴത്തേനും കണ്ടോ ഇങ്ങനെ വലിയ വലിയ പാറക്കല്ലുകളൊക്കെയുള്ള മലകൾ മിക്കവാറും കാണാനുള്ളത്, അല്ലാതെ മണ്ണുള്ള മലകളല്ല. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം രാവിലെ ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് ഫ്രാൻസ് വരെ ചെല്ലണമെന്നാണ് ആഗ്രഹം. ഒരു 8 മണിക്കൂർ വണ്ടി ഓടിച്ചാലേ നമ്മൾ ഫ്രാൻസിൽ ഇവിടുന്ന് ചെല്ലത്തുള്ളൂ. ഞാൻ രാവിലെ ഒരു വോക്ക് റൗണ്ട് ചെക്കൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് വരുമ്പം ഇതുണ്ടോ ഈച്ചകളും എന്തും വേണ്ടിയാണ് ഇതെല്ലാം ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ ഇങ്ങനെയാകും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫ്രാൻസ്. Yesterday there was sun and there was rain, beauty in the mundane. And as the light startled our eyes, we let go of disguise. And now there's something in the air and a sparkly shimmer on our skin, restoring everything within. Dreamy, breezy we go, easy, easy on our tiptoes, undercover agents of the other. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഫ്രാൻസിലാണുള്ളത്. ഇവിടുന്ന് 4.5 മണിക്കൂർ ഐഫൽ ടവേഴ്സ്. അപ്പം ഞങ്ങളിന്ന് മിക്കവാറും, കാരണം നാളെ ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളുടെ ഫെറി ഡോവറിന്. അതുകൊണ്ട് ഞങ്ങളിന്ന് മിക്കവാറും ഐഫൽ ടവർ ഒന്ന് വിസിറ്റ് ചെയ്തേക്കാന്നുണ്ട്. ഇത്രയും വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തോടെയാണ് പോകുന്നത്. അപ്പം അത് വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മിക്കവാറും അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. നമ്മൾ നാളെ കാലേന്ന് ഫെറി UK, അതാണ് പ്ലാന്. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. അടിപൊളി സെറ്റപ്പായിരുന്നു. ഇവിടെ ഇങ്ങനെ വുഡ്ലാൻഡും സംഭവങ്ങളും എല്ലാമാണ്. ഇഷ്ടംപടി പക്ഷികൾ രാവിലെ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ ഈ മരത്തിൽ നിന്നൊക്കെ. ഇവിടെ 2 ചെറിയ ഈ നാട്ടിലൊക്കെ മീൻ വളർത്തുന്ന കൂട്ട് ഇങ്ങനെ ലൈനർ ഇട്ടിട്ടുള്ള 3-4 പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കോൾഡ് ആണോ അല്ലതാനും ഒരു മീഡിയം, ഒരു എയർ കണ്ടീഷൻഡ് സിറ്റുവേഷനാണ് ഇപ്പം. നല്ല വെതറാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് മാറ്റിയാണ് പാർക്ക് ചെയ്ത്. ഇവിടെയും പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പുറത്തൊക്കെ വേറെ പലരും രാത്രി കിടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് വേറെ. അവിടെ ടോയ്ലറ്റും എല്ലാ ഫെസിലിറ്റീസും എല്ലാം ഉള്ള സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് ഐഫൽ ടവറിലോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഹലോ ബോയ്സ്. ഇന്ന് രാവിലെ ഒരു വാനിനകത്ത് ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി നേരം ഹീറ്റിംഗ് ഇട്ടു. അപ്പോൾ ഓക്കെ ആയി. അപ്പം
ഐഫൽ ടവറിലോട്ടുള്ള യാത്രയിൽ കാണാം. ഞങ്ങളങ്ങനെ ഫ്രാൻസിലാണുള്ളത്. ഫ്രാൻസിൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് ഈ കാണുന്ന മരങ്ങളുടെയൊക്കെ അപ്പുറത്താണ്. നല്ല അടിപൊളി ക്യാമ്പ് സൈറ്റാണ്, വലിയ ഏരിയയാണ്. ഈ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഐഫൽ ടവറിനും നമ്മുടെ ഡിസ്നി വേൾഡിനും കൂടെ ഇടയ്ക്കായിട്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഇതിലേ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുവാണ്. ക്യാമ്പ് സൈറ്റിൻ്റെ ഫ്രണ്ടിൽ 101 ബസ് കയറി കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങാം. ഈ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വേണം പാരീസിന് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് 101. വലിയ പിടിയില്ല, എല്ലാം ഫ്രഞ്ചിനാണ്. ആകെ കൺഫ്യൂസിങ് ആണ്. സ്പെയിനിലെ പോലെ അല്ല ബസ്സിൻ്റെ പരിപാടികളൊക്കെ എനിക്ക് കയറിയാലേ പറയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 5 മിനിറ്റും കൂടെ ബസ്സിനുണ്ട്. അപ്പം ഞങ്ങൾ ഐഫൽ ടവറിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ പാരീസിലോട്ട് പോകുന്ന വഴിയാണ്. പക്ഷേ ആകെ അനിശ്ചിതത്വമാണ്. ബസ്സിൽ ഡ്രൈവർ ഞങ്ങളുടെ നിന്ന് പൈസ മേടിച്ചില്ല. ഐ ഡോണ്ട് നോ വൈ. ഒന്നും ഫ്രഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾ കയറി സീറ്റിലിരുന്നു. എന്തായാലും ഇവിടെ എല്ലാവരും മാസ്ക് വെക്കണം. പാരീസ്. ഓ മാൻ, പാരീസ്. ഇവിടുത്തെ ബസ്സും ട്രെയിനും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. മെയിൻലി ഭാഷയാണ് വിഷയം. കാരണം ഇവിടെ ഒന്നും ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടേ ഇല്ല. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? കണ്ടാലൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൽ കയറി പറ്റാനും ഒക്കെയാണ്. ഇതിൻ്റെ ഭാഷയാണ് ഏറ്റവും വലിയ വിഷയം. sur Marne. Nogent-sur-Marne. അതായത് keep going.
It's a big one. It's a big one, Divin. ഭയങ്കര കൺഫ്യൂസിങ്. നോ. അങ്ങനെ ഞങ്ങൾ ഐഫൽ ടവറിൻ്റെ എക്സിറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇല്ലക്കിടോ. ഇനി മാസ്ക് ഇരിക്കോടാ. We are out. Good.